എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് ദാരിദ്ര്യം ഒത്തിരി മാറി, അതൊരു സത്യമാണ്. പക്ഷെ ഇന്നും ഉണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുന്നു, ഞാൻ കുട്ടനാട് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ ഞാൻ SSLCക്ക് പഠിക്കുമ്പോഴേ അവിടെ കറണ്ട് വന്നു എൻ്റെ ഗ്രാമത്തിൽ. അപ്പോൾ അവിടെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ എന്ന് പറയുന്ന അവിടെ ഒരു സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞാനിപ്പോഴും ആലോചിക്കുന്നതും ഓർക്കുന്നതുമായ കാര്യം, എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളൊരു കൂട്ടുകാർ ഒരു പറ്റം ഉണ്ടായിരുന്നു. ഈ 2-3 കിലോമീറ്റർ നടന്നു വേണം കടത്തുവള്ളമൊക്കെ കയറി ഈ പറയുന്ന സ്കൂളിലെത്താൻ. പുതുക്കരിയിലാണ് ഞങ്ങളുടെ വീട്. മിത്രക്കരിയിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിൽ AK ജോസഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞങ്ങളിൽ നിന്ന് വിട്ട് അദ്ദേഹത്തിൻ്റെ അന്ന് അലൂമിനിയ ചോറ്റുപാത്രത്തിലാണ് അദ്ദേഹം ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് വിട്ട് മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു ഗമ കൂടിയിട്ടാണോ എന്നൊരു തോന്നൽ. ഇയാൾ ഭയങ്കര മിടുക്കനായിരുന്നു ക്ലാസ്സിൽ. AK ജോസഫ് ഏറ്റവും എന്ത് ചോദിച്ചാലും പറയും. 10ാം ക്ലാസ്സുകാരൻ്റെ പോലും കഴിവുണ്ടായിരുന്നെന്നാണ് അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്ന സബീനമ്മ AK ജോസഫിനെ പറ്റി പറയുന്നത്. അതിൻ്റെ ഒരു ഹുങ്കായിരിക്കാം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാനുൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ പോയി ചോറ്റുപാത്രം നോക്കുമ്പോൾ ആ ചോറ്റുപാത്രത്തിൽ മാങ്ങ പൂളിയതും പപ്പായ കഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ. AK ജോസഫിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ അന്ന് പാടത്ത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവൻ കഴിക്കുന്നത് ഈ മാങ്ങാപ്പൂളാണെന്ന് കണ്ടാലുള്ള ഒരു അഭിമാനക്ഷതം മാറ്റാൻ വേണ്ടിയാണ് ജോസഫ് മാറിയിരുന്ന് ഭക്ഷണം കഴിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ 6-7 പേരുള്ളൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ. എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോയെന്നുള്ളതാണ് സത്യം. അത് ഞങ്ങളവനെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം 10ാം ക്ലാസ് വരെ ആ സ്കൂളിൽ നിന്ന് പാസ്സാകുന്നിടം വരെ ഞങ്ങളുടേതായ ഭക്ഷണം എല്ലാം വീതിച്ച്, മുട്ട പൊരിച്ചതാണേലും മീൻകറിയാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ വീതിച്ച് ഞങ്ങൾ കഴിച്ചു. അത്തരം ആ ഒരു പരസ്പര സ്നേഹം നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുണ്ടോ? ദാരിദ്ര്യമില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ പരസ്പരം ചേർത്ത് പിടിക്കാനും കൂട്ടുകാരൻ എന്നുള്ള ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഡെപ്ത്, ഒരാഴം അറിയുന്ന ഒരു സാഹചര്യം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹ വ്യവസ്ഥയിലോ ഇല്ല. എല്ലാവരും വലിയ കാശുകാരാണ് കൂടുതലും ഒക്കെ, അല്ലേ? കാശുള്ളവർ കൂടുതൽ കാശിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്.